മഴക്കാലത്ത് വിറ്റാമിൻ ഡിയുടെ അളവ് നിലനിർത്താനുള്ള വഴികൾ. ഹലോ ഫ്രണ്ട്സ്, ഐ എം ഡോക്ടർ ധനുജ ജോസ്. ഐ എം എ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ്. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമായ കാൽഷ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് വിറ്റാമിൻ ഡി. കൂടാതെ പേശികളുടെ ആരോഗ്യത്തിനും വിറ്റാമിൻ ഡി ആവശ്യമാണ്. ഞരമ്പുകളുടെ പ്രവർത്തനത്തിന് വിറ്റാമിൻ ഡിയുടെ അളവ് ആവശ്യമാണ്. അതുപോലെ സൂര്യപ്രകാശമാണ് വിറ്റാമിൻ ഡിയുടെ ഒരു പ്രധാന സ്രോതസ്സ്. മഴക്കാലത്ത് സൂര്യപ്രകാശത്തിൽ നിന്ന് വിറ്റാമിൻ ഡി ലഭിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നാലും ശരീരത്തിന് ശരിയായ അളവിൽ വിറ്റാമിൻ ഡി ലഭിക്കുകയും ചെയ്യണം. ഇതിനുള്ള വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മത്തി, ചൂര, കൊഴുവ തുടങ്ങിയ കൊഴുപ്പുള്ള മത്സ്യങ്ങളിലും ഫിഷ് ലിവർ ഓയിലുകളും ഉപയോഗിക്കുന്നത് മൂലം വൈറ്റമിൻ ഡി ധാരാളമായി ലഭിക്കും. അതുപോലെ തന്നെ മുട്ടയുടെ മഞ്ഞ എന്നിവയിലും വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. ആദ്യം രക്തപരിശോധന നടത്തി നിങ്ങളുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡിയുടെ അളവ് കുറവുണ്ടോ എന്ന് മനസ്സിലാക്കണം. ഇനി ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവർ നിർദ്ദേശിക്കുന്ന അളവിലും സമയത്തിലും മാത്രമേ വിറ്റാമിൻ ഡി സപ്ലിമെൻറ്റുകൾ കഴിക്കാവൂ. വിറ്റാമിൻ ഡി അമിതമായി കഴിക്കുകയാണെങ്കിൽ വളരെ അപകടമാണ്. കാരണം നിങ്ങളുടെ രക്തത്തിൽ വിറ്റാമിൻ ഡിയുടെ അളവ് കൂടുതലാണെങ്കിൽ ഇത് ഓക്കാനം, പേശികളുടെ ബലഹീനത, വേദന, വിശപ്പില്ലായ്മ, ഡീഹൈഡ്രേഷൻ, വൃക്കയിലെ കല്ലുകൾ എന്നിവയ്ക്ക് കാരണമാകാം.